ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ CUET UG കെമിസ്ട്രി ക്ലാസ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ, കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു. ഓക്കെ, എല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ 4 പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, പിന്നെ ഓസ്മോട്ടിക് പ്രഷർ. അങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഇതിന്റെ ഇടയിൽ താഴത്ത് കീഴിൽ വരുന്നത്. അതിൽ 2 എണ്ണം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അതിന്റെ ബാലൻസ് പോർഷൻ ആണ്. അതായത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും ഓസ്മോട്ടിക് പ്രഷറും, പിന്നെ ലാസ്റ്റ് ചെറിയൊരു ഭാഗമുണ്ട്, അതായത് നമ്മുടെ അസോസിയേഷൻ ഡിസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഭാഗമുണ്ട്, അതും. അത്രയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻസ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ആവും, ഐ മീൻ കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡ് സൊല്യൂഷൻസ് എന്നുള്ള ഭാഗമാണ് ഇപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്ത് വരാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അല്ലെ? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതായത് നമ്മുടെ ആ ഒരു നേച്ചർ, അല്ലെ, സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആയിരുന്നല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ അതിൽ തന്നെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എഗെയിൻ നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അതായത് ഡെൽറ്റ TB, ഈ ഒരു പോർഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഡെൽറ്റ TF എന്നൊക്കെ പറയാം. ഡെൽറ്റ TF. ഓക്കെ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്നുള്ള ഭാഗം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? യെസ്. എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒബ്സർവ്ഡ് ഇൻ ദ സൊല്യൂഷൻസ് ദാറ്റ് റിസൾട്ടിംഗ് ഫ്രം ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ടു എ സോൾവെന്റ്. നമ്മൾ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് മോളിക്യൂൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ സോൾവെന്റും സൊല്യൂട്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതില് ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതല്ലേ? ഏറ്റവും ഫസ്റ്റത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ളത്, അല്ലെ? അപ്പൊ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിൽ ഉണ്ടാവുന്ന ലോവറിംഗ് എന്ന് പറയുന്നത് എന്തിന് കോസ് ചെയ്യുന്നു? എന്തിന് കാരണക്കാരനാവുന്നു? ഫ്രീസിംഗ് പോയിന്റിന് കാരണക്കാരനാവുന്നു. വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെന്റ്. നമ്മളൊരു പ്യുവർ സോൾവെന്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന ലോവറിങ് അവിടുത്തെ ഫ്രീസിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന ലോവറിങ്ങിന് കാരണമായിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? ഇനി ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻസ് are all lower than that of the pure solvent and is directly proportional to the molality. ശ്രദ്ധിക്കണം, എന്തിനാണ്? directly proportional to the molality of the solute. molality of the solute, സൊല്യൂട്ടിന്റെ മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലേ? നോക്കി നമുക്ക് ആ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറഞ്ഞാലോ? യെസ്. എന്താ പറഞ്ഞിട്ടുണ്ടാന്ന് നോക്കി. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ആർ ഓൾ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ്. അതായത് നമ്മുടെ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിനെക്കാട്ടിലും കുറവാണ്. അതുപോലെ അത് മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
ഓക്കെ അല്ലേ? മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആര്? നമ്മുടെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് എന്തിനെക്കാട്ടിലും കുറവാണ്? ഒരു പ്യുർ സോൾവെന്റിന്റെ ആ ഒരു സൊല്യൂഷനെക്കാട്ടിലും കുറവാണ് ഇവരുടെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം അങ്ങനെയാണെങ്കിൽ? എങ്ങനെ എഴുതാൻ നോക്കിക്കേ, എങ്ങനെ കൊടുക്കാം നമുക്ക്? യെസ്, നമ്മൾ പറഞ്ഞു എന്താണ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെ? അതൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പറഞ്ഞ കാര്യം വെച്ചിട്ട് മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് പറയാം? നോക്കി ഞാൻ പറഞ്ഞൂലേ, ഈ ഒരു ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് സോൾവെന്റിന്റെ ഫ്രീസിങ് പോയിന്റിനെക്കാട്ടിലും കുറവാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്, സൊല്യൂഷന്റെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുർ സോൾവെന്റ് എന്ന് പറഞ്ഞു അല്ലെ? സോ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞ എന്താണ്? ആ ഒരു ചേഞ്ച്, അതായത് ഫ്രീസിങ് പോയിന്റിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലെ? യെസ്, ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്താ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്? യെസ്, ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് പ്യുർ സോൾവെന്റിന്റെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? സൊല്യൂഷന്റെ ഫ്രീസിങ് പോയിന്റ് അല്ലെ? ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ഡെൽറ്റ ടി എഫ് അല്ലെങ്കിൽ ടി എഫിനെ മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? മനസ്സിലായോ? സോ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഈ ടി എഫ് മൈനസ് ടി എഫ് ഇത് തന്നെയല്ലേ എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഡെൽറ്റ ടി എഫ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു? ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് എമ്മിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ചേഞ്ച് ചെയ്തൂടെ? ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണ് എന്തെന്ന് പറയുന്നത്? നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് കെ എഫ്. എന്താണ് കെ എഫ് എന്ന് പറയുന്നത്? കെ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലെ? കെ എഫ് എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. പിടികിട്ടിയോ? അപ്പൊ ഡെൽറ്റ ടി എഫ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിങ് പോയിന്റിൽ നിന്നും സൊല്യൂഷന്റെ ഫ്രീസിങ് പോയിന്റ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലെ? ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമായിരുന്നു ഈ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് മൊലാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് കെ എഫ് എന്ന് പറയുന്നത്. കെ എഫ് ഈസ് കോൾഡ് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. കെ എഫ് ഈസ് കോൾഡ് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? ഈ ഡെൽറ്റ ടി എഫ് എന്താണ്? ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ ആണ്. ടി എഫ് എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷന്റെ ഫ്രീസിങ് പോയിന്റ് ആണ്. ടി എഫ് സോൾവെന്റ് എന്ന് പറയുന്നത് സോൾവെന്റിന്റെ ഫ്രീസിങ് പോയിന്റ് ആണ്. കെ എഫ് എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്. എം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്. അപ്പൊ നമ്മൾ ഈച്ച് ആൻഡ് എവറി ടേം അല്ലെ, ഈ ഒരു ഇക്വേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അല്ലെ ആ ഒരു ഇതിന്റെ ഈച്ച് ആൻഡ് എവറി ടേം നമ്മൾ എന്താന്ന് പറഞ്ഞു? ഓരോന്നും എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലെ? ടി എഫ് എന്ന് പറയുന്നത് ഇന്നതാണ്, അതുപോലെ ടി എഫ് സോൾവെന്റ് എന്ന് പറയുന്നത് ഇന്നതാണ് അല്ലെ? അതുപോലെ കെ എഫ് എന്ന് പറയുന്നത് എന്താണ്, എം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലെ? അപ്പൊ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലെ? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ത് കാരണമാകുന്നു? ഫ്രീസിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന ഡിപ്രഷന് കാരണമാകുന്നു. ഈ ഒരു പ്യുർ സോൾവെന്റ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സൊല്യൂഷനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ അല്ലെ? സോറി, പ്യുർ സോൾവെന്റിനെക്കാട്ടിലും കുറവായിരിക്കും സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡെൽറ്റ ടി എഫിന് എങ്ങനെ എഴുതാം? ടി എഫ് സോൾവെന്റ് മൈനസ് ടി എഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? കെ എഫ് ഇൻറ്റു എം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? യെസ്. ഇനി ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് സൊല്യൂട്ട്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സോൾവെന്റിലേക്ക് സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെ? അപ്പൊ എന്തുണ്ടാവുന്നു? ദ ബോയിലിംഗ് പോയിന്റ് ടെൻസ് ടു ഇൻക്രീസ്. ബോയിലിംഗ് പോയിന്റ് കൂടില്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നമ്മൾ സോൾവെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ
എന്തുണ്ടാവുന്നു? ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ടെൻസ് ടു ഡിക്രീസ്. ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പിടികിട്ടിയോ? എന്താ പറയുന്നത്? നമ്മൾ സൊല്യൂട്ടിനെ അഡീഷൻ ഓഫ് സൊല്യൂട്ടിന് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയും അല്ലെ, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയും ആസ് എ റിസൾട്ട് ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. The freezing point and boiling point of a pure solvent can be changed when added to a solution. When this occurs, the freezing point of the pure solvent may become lower and the boiling point may become higher. Okay ആണോ? അതായത് the freezing point and boiling point of a pure solvent, നമുക്കൊരു പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റിനെയും ബോയിലിംഗ് പോയിന്റിനെയും നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ? നമ്മള് ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? സൊല്യൂട്ടിന് നമ്മൾ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്രീസിംഗ് പോയിന്റ് അല്ലെ, പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുകയും അതേപോലെ തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർമുല വെച്ച് നമുക്ക് പറയാം. ഫോർമുല വെച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ കുറവിന് നമുക്ക് മൈനസ് വെച്ച് കാണിക്കാലോ. അപ്പൊ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എഫ് ഇൻറ്റു എം എന്നും ഡെൽറ്റ ടി ബി ഈക്വൽ ടു, ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്നും പറഞ്ഞിട്ട് വരും. അതായത് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, അതുപോലെ ഫ്രീസിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുന്നത്. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് നമ്മളൊരു സോൾവെന്റിലേക്ക് സൊല്യൂട്ടിനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു? ബോയിലിംഗ് പോയിന്റ് വന്നിട്ട് കൂടുകയും ഫ്രീസിംഗ് പോയിന്റ് എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ്, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അതാണ് ഈ ഒരു റിലേഷനിൽ അവർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? കുറയുന്നു എന്ന് കാണിക്കാനാണ് മൈനസ് സൈൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. കെ ബി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, അതിന്റെ അർത്ഥം ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? എം എന്ന് പറയുന്നത് എന്താണ്? മൊളാലിറ്റി ആണ്. കെ വാല്യൂസ് ആർ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ. അതായത് കെ എഫ് എന്ന് പറയുമ്പോഴും കെ ബി എന്ന് പറയുമ്പോഴും എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് കോൺസ്റ്റന്റും കെ ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ അല്ലെ? യെസ്. ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഏത് ഗ്രാഫ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, ഫ്രോസൺ സോൾവെന്റ് അല്ലെ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഒരു നമുക്ക് മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു കളറിൽ തന്നിരിക്കുന്നത് കണ്ടോ? ഇതാണ് ഫ്രോസൺ സോൾവെന്റിന്റെ നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുള്ളത്. സോൾവെന്റിന്റെയും സൊല്യൂഷന്റെയും ഫ്രീസിംഗ് പോയിന്റ് എടുത്ത് തന്നിട്ടുണ്ട് അല്ലെ. സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കണ്ടോ? സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂഷന്റെ. നമ്മൾ പറഞ്ഞു സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിരിക്കും സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ഇല്ലേ? ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ അല്ലെ? നമ്മൾ അതിൽ പറഞ്ഞതാണല്ലേ, സോൾവെന്റിന്റെ പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിരിക്കും സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ്. നമ്മൾ പറഞ്ഞു അല്ലെ? ആ ഒരു ചേഞ്ച് ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് കണ്ടോ? ആ ഒരു ഫ്രീസിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫറൻസിനാണ് ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇതാണ് അവരുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാലോ അല്ലെ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത്രയേ ഉള്ളൂ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ എന്ന ഭാഗത്തേക്ക് പോവാം. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Osmosis is a process by which the molecules of a solvent pass from a solution of low concentration to a solution of high concentration through a semi-permeable membrane. യെസ്. എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവാമാകാം അല്ലെ, അല്ലെങ്കിൽ ചിലവർ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, യെസ്. നമുക്ക് എന്തോ ആയിക്കോട്ടെ, നമുക്ക് നോക്കി നോക്കാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോൾവെന്റ് മോളിക്യൂൾസ് ആണ്. ശ്രദ്ധിക്കണം, എന്ത് മോളിക്യൂൾസ് ആണ്? സോൾവെന്റ് മോളിക്യൂൾസ് ആണ്. പാസ്ഡ് ഫ്രം എ സൊല്യൂഷൻ ഓഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, low concentration to a solution of high concentration through a semi-permeable membrane. Okay അല്ലേ?
സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പൊ എന്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്? സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ. അപ്പൊ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക്, ഗാഢത കുറഞ്ഞ ഭാഗത്തിൽ നിന്നും ഗാഢത കൂടിയ ഭാഗത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. പിടികിട്ടിയല്ലോ? ആരുടെ മൂവ്മെന്റ് ആണ്? സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ് ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഓക്കെ അല്ലേ? അതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി പെർമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോ ചെയ്യുന്നത് അല്ലെ, കടത്തി വിടുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ അല്ലെ. സെമി എന്ന് പറയുമ്പോ എന്താണ്? പകുതി അല്ലെ, സെമി സർക്കിൾ എന്നൊക്കെ പറയുമ്പോ അല്ലെ, ഹാഫ് സർക്കിൾ എന്നൊക്കെ, പകുതി, ഹാഫ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, കുറച്ച് എന്നൊക്കെ പറയാം അല്ലെ നമുക്ക്. അതായത് എ മെംബ്രെയിൻ ത്രൂ വിച്ച് ഓൺലി സ്മോളർ മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ ക്യാൻ പാസ് ബട്ട് നോട്ട് ദ ബിഗ്ഗർ മോളിക്യൂൾസ് ലൈക്ക് സൊല്യൂട്ട് ഈസ് നോൺ ആസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ അഥവാ SPM. അതായത് സോൾവെന്റ് മോളിക്യൂൾസിനെ മാത്രമേ ഇവർ കടത്തിവിടുള്ളൂ, അല്ലാതെ നോട്ട് ദ സൊല്യൂട്ട് മോളിക്യൂൾസിനെ ഒന്നും പാസ് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. പിടികിട്ടിയോ? സോൾവെന്റ് മോളിക്യൂൾസിനെയൊക്കെ കടത്തിവിടാനായിട്ട് അനുവദിക്കുകയും സൊല്യൂട്ട് മോളിക്യൂൾസിനെ കടത്തിവിടാനായിട്ട് അനുവദിക്കാത്തതുമായ മെംബ്രെയിൻ. ഓക്കെ അല്ലേ? അപ്പൊ സ്മോളർ ആയിട്ടുള്ള മോളിക്യൂൾസ്, അതിപ്പോ വാട്ടർ ഒക്കെ നമുക്ക് സോൾവെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? സൊല്യൂഷൻസ് ഉണ്ടാക്കുമ്പോൾ വാട്ടർ നമ്മൾ സോൾവെന്റ് ആയിട്ട് എടുക്കുന്ന കുറെ സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ വാട്ടർ പോലെയുള്ള സോൾവെന്റുകൾ, അപ്പൊ നമുക്ക് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം? സോൾവെന്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസിനെ മാത്രമേ അവർ കടത്തിവിടുള്ളൂ, അല്ലാതെ സൊല്യൂട്ട് മോളിക്യൂൾസിനൊന്നും അവരെന്ത് ചെയ്യില്ല? കടത്തിവിടില്ല. അപ്പൊ സ്മോളർ മോളിക്യൂൾസിനെ കടത്തിവിടുകയും ബിഗ്ഗർ മോളിക്യൂൾസിനെ കടത്തിവിടാത്തതുമായിട്ടുള്ള മെംബ്രെയിൻസിനെ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. കിട്ടിയില്ലേ? SPM. ഓക്കെ ആണല്ലോ? അപ്പൊ ഓസ്മോസിസ് നടക്കുന്നത് ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് ഓസ്മോസിസ് നടക്കുന്നത്. ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് ബിഗ്ഗർ മോളിക്യൂൾസ് ആയിട്ടുള്ള സൊല്യൂട്ട് മോളിക്യൂൾസിനെ പാസ് ചെയ്യാൻ അനുവദിക്കാതെ സ്മോളർ മോളിക്യൂൾസ് ആയിട്ടുള്ള സോൾവെന്റ് മോളിക്യൂൾസിനെ മാത്രം പാസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? It can be defined as the minimum pressure that must be applied to a solution to halt the flow of solvent molecules through a semi-permeable membrane. അതായത് ഓസ്മോസിസ്. It is a colligative property and depends on the concentration of solute particles in the solution. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? അപ്പൊ നമ്മൾ ഓസ്മോസിസ് എന്താന്ന് പഠിച്ചു അല്ലെ. ഓസ്മോസിസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്, ഏത് പാർട്ടിക്കിൾസിന്റെ? സോൾവെന്റ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ്. അതും സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താ ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിനെ മാത്രം സൊല്യൂട്ടിനെ മാത്രം കടത്തിവിടില്ല, സോൾവെന്റിനെ കടത്തിവിടുന്ന ആൾക്കാര് അല്ലെ, അവരെയാണ് നമ്മൾ സ്മോളർ മോളിക്യൂൾസിനെ കടത്തിവിടുന്ന ആൾക്കാരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതെന്താണ്? It can be defined as the minimum pressure that must be applied to a solution. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഹാൾട്ട് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഹാൾട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തടയുക അല്ലെ, തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് ഹിൻഡർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യുക എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഓസ്മോസിസ് നടക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്ന പരിപാടി, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ കൊടുക്കുന്ന മിനിമം പ്രഷർ ആണ്? സൊല്യൂഷനിൽ കൊടുക്കുന്ന മിനിമം പ്രഷർ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? ദ എക്സസ് പ്രഷർ which must be applied to a solution to prevent osmosis, or the pressure that just stop the flow of solvent. അപ്പൊ എക്സസ് പ്രഷർ ആണ്. എവിടെ കൊടുക്കുന്നു? ശ്രദ്ധിക്കണേ, സൊല്യൂഷനിൽ കൊടുക്കുന്ന എക്സസ് പ്രഷർ. എന്തിനു വേണ്ടിയിട്ട്? ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരുടെ ഫ്ലോ തടയാൻ വേണ്ടിയിട്ട്? സോൾവെന്റ് മോളിക്യൂൾസിന്റെ ആ ഒരു ഫ്ലോ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സസ് പ്രഷർ.
അല്ലെങ്കിൽ മിനിമം പ്രഷർ എവിടെ? സൊല്യൂഷനിൽ. അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഏത്? ഓസ്മോട്ടിക് പ്രഷർ. ക്ലിയർ അല്ലേ? അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ നമ്മൾ ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കാവുന്നതാണ്. ഈ ഒന്നാമത്തത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽ വോള്, അതുപോലെ ഫിലിം ഓഫ് കുപ്രിക് ഫെറോസൈനൈഡ്. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണ്? നമുക്ക് പിഗ്സ് ബ്ലാഡർ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്താണ്? സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾ സെൽ വോൾ ആയിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന, മെയിൻലി നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെൽ വോൾസ് ആയിരിക്കും, അല്ലെ? അപ്പൊ സെൽ വോൾ ഒക്കെ നമുക്ക് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒന്നാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിലേക്ക് തന്നെ വീണ്ടും നമുക്ക് എഗെയിൻ തിരിച്ചു വരാം. എക്സ്പെരിമെന്റലി ഇറ്റ് ഹാസ് ഫൗണ്ട് ദാറ്റ് at a given temperature the osmotic pressure of a solution is directly proportional to the molarity. ഓക്കെ അല്ലെ? നേരത്തെ പറഞ്ഞത് മൊളാലിറ്റി ആയിരുന്നു, ശ്രദ്ധിക്കണമേ. ഇവിടെ എന്താ പറയുന്നത്? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചറിൽ ഓസ്മോട്ടിക് പ്രഷർ, അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ആരുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റിയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? മൊളാരിറ്റിക്കുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമ്മളുടെ മൊളാരിറ്റിനെ സി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും നമ്മൾ പൈ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പൈ എന്നുള്ള ലെറ്റർ എവിടെ? യെസ്, സോറി, പൈ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. അതുപോലെ മൊളാരിറ്റിനെ നമ്മൾ സി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പൈ എന്ന് പറയുന്നത് സിക്ക് എങ്ങനെയായിരിക്കും? ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്കതൊന്ന് നോക്കിയാലോ? യെസ്, ഇവിടെ തന്നിട്ടുണ്ട്. പൈ എന്ന് പറയുന്നത് ഓക്കെ, ശ്രദ്ധിച്ചോളൂ. പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരെയൊക്കെ ആയിട്ട്? സിയും ടിയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാലോ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് എന്ത് കൊടുക്കാം? ഈക്വൽ ടു എന്ന് കൊടുത്തൂടെ? സോ ഈക്വൽ ടു എന്ത് കിട്ടും? സി കിട്ടും. ആ പ്രൊപ്പോർഷണാലിറ്റി സൈന് പകരം കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് ആർ ഇൻറ്റു ടി, വേർ ആർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ എന്താണ് ആർ എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യെസ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ആർ എന്ന് പറയുന്നത്. അതിനൊരു വാല്യൂ ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് പ്രോബ്ലംസ് വരുമ്പോ പറയാം കേട്ടോ. അതിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോ പറയാം. ഇത് മനസ്സിലാക്കി വെക്കുക. ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ directly proportional to molarity. Pi directly proportional to Ct. By changing the proportionality sign, we get a constant, that is pi is equal to CRT, where R is called universal gas constant. Okay alle? Clear alle? Pi is the osmotic pressure, C is the molarity, and R is the gas constant. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഈ സി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. കോൺസെൻട്രേഷൻ എന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. സി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ? എന്താണ് മൊളാരിറ്റി? നമ്മൾ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സോൾവെന്റും സൊല്യൂട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലെ? ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചിലതിൽ നിങ്ങൾ N2 എന്ന് കാണും, ചിലതിൽ NB എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഡെറിവേഷൻ കാണുന്നത്. വാട്ട് എവർ, ഏതായാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ കറക്റ്റ് ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം കറക്റ്റ് ഇക്വേഷനിലേക്ക് എത്തണമെന്ന് മാത്രം കേട്ടോ. അപ്പൊ നിങ്ങൾ NB എന്ന് എടുത്താലും N2 എന്ന് എടുത്താലും ഓക്കെയാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ഫോർ സി, സിൻസ് നമുക്കറിയാം അല്ലെ, സി എന്ന്
പറയുന്നത് എന്താണ്? N2 ഡിവൈഡ് ബൈ V ആണ്. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. N2 ബൈ V ആണ്. സോ നമുക്ക് ഈ പൈ ഇസ് ഈക്വൽ ടു സിക്ക് പകരം എന്തെന്ന് കൊടുക്കാം? N2 ഡിവൈഡ് ബൈ V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. സോ N2 ഡിവൈഡ് ബൈ V ഇൻറ്റു RT എന്ന് പറഞ്ഞു വരും. ഓക്കെ അല്ലേ? ഇതിൽ N2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എന്താണ് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് N2 എന്ന് പറയുന്നത്. V എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇഫ് W2 grams ഓഫ് സൊല്യൂട്ട് ഓഫ് മോളാർ മാസ് M2 ഈസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ, നമുക്ക് എന്ത് പറയാൻ പറ്റും? N2 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോളാർ മാസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് W2 ഗ്രാം ഓഫ് സൊല്യൂട്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഗിവൺ മാസ് W2 ആണ് ഡിവൈഡ് ബൈ മോളാർ മാസ് M2 ആണ്. അപ്പൊ N2 ഈക്വൽ ടു W2 ഡിവൈഡ് ബൈ M2 എന്ന് പറഞ്ഞു വരും. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? N2 പകരം എന്തെന്ന് കൊടുക്കാം? കണ്ടോ ഇവിടുത്തെ N2 നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് N2ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? W2 ഡിവൈഡ് ബൈ M2 ഡിവൈഡ് ബൈ V ഇൻറ്റു RT, വേർ പൈ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ W2 RT ഡിവൈഡ് ബൈ VM2. W2 RT ഡിവൈഡഡ് ബൈ VM2. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാം? വിനെ നമുക്ക് തൊട്ടപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടേക്കൂടെ? തൊട്ടപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുപോകാലോ. അപ്പൊ പൈ V ഈക്വൽ ടു W2 RT ഡിവൈഡഡ് ബൈ M2. W2 RT ഡിവൈഡഡ് ബൈ M2. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊളാരിറ്റി കണ്ടുപിടിച്ചൂടെ? അല്ലെങ്കിൽ മോളാർ മാസ് കണ്ടുപിടിക്കാലോ. നമുക്ക് ആരുടെ? സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാലോ. അതായത് MB എന്ന് പറയുന്നത്, അല്ലെങ്കിൽ M2 എന്നൊക്കെ പറയുന്നതാണ് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് അല്ലേ? സോ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? M2 is equal to W2 RT divided by pi V. ഓക്കെ അല്ലേ? അപ്പോ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്തെത്തി. എവിടെ നിന്നും? ഓസ്മോട്ടിക് പ്രഷർ അല്ലെ? അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? മൊളാരിറ്റിക്കും അറ്റ് ഗിവൺ ടെമ്പറേച്ചർ മൊളാരിറ്റിയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. അതാണ് ഗ്യാസ് കോൺസ്റ്റന്റ്. സി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് N2 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ V ആണ്. സോ പൈ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാം? N2 ബൈ V ഇൻറ്റു RT എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണല്ലോ. സോ നമുക്ക് എന്ത് കൊടുക്കാം? അതിന് പകരം ഗിവൺ മാസ് ബൈ മോളാർ മാസ്, അതായത് W2 ബൈ M2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ മാറും. വീണ്ടും നമ്മൾ പൈ ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? W2 ഡിവൈഡഡ് ബൈ V ഇൻറ്റു M2 എന്ന് പറഞ്ഞ് കൊടുക്കാം ഇൻറ്റു RT അല്ലെ? നമുക്ക് ഇതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആവശ്യക്കാരൻ ഏതാണ്? യെസ്, മോളാർ മാസ് അല്ലെ? സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ് നമ്മുടെ ആവശ്യക്കാരൻ. അപ്പൊ സൊല്യൂട്ടിന്റെ മോളാർ മാസ് M2 ഈക്വൽ ടു W2 RT ഡിവൈഡഡ് ബൈ പൈ V. W2 RT ഡിവൈഡഡ് ബൈ പൈ V എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ ആണോ? W2 RT ഡിവൈഡഡ് ബൈ പൈ V എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയി ഇപ്പൊ നമ്മുടെ കയ്യിൽ. ഓക്കെ ഓക്കെ അല്ലെ? മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഏതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇത് കണ്ടോ? ക്ലിയർ അല്ലേ? M2 equal to W2 RT divided by 2W divided by pi V. ഓക്കെ അല്ലെ? അപ്പൊ നമുക്കിതിൽ അറിയാമെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ നമുക്കറിയാം, അതൊരു ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, അതുപോലെ ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ സൊല്യൂഷന്റെ വോളിയം, അതുപോലെ W2 ഗിവൺ മാസ്, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ,
കണ്ടോ? Thus, using the above equation, this is one of the can be calculated by measuring osmotic pressure. This method is used to determine molar mass of proteins, polymers and other many macromolecules. അപ്പൊ എന്താണ് ഇതെന്താണ് മറ്റൊരു മെത്തേഡാണ്. നമ്മൾ കുറെ മെത്തേഡ് വെച്ച് പഠിച്ചില്ലേ നിങ്ങൾ? അതായത് നമ്മൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഇതിലൊക്കെ നമ്മൾ എന്ത് പഠിച്ചു? മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു അല്ലെ? അതേപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ വെച്ചുകൊണ്ട് മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലെ? ഓസ്മോട്ടിക് പ്രഷർ വെച്ചുകൊണ്ട് മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ ചെയ്തത്. ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ, പോളിമർ, മറ്റ് മാക്രോ മോളിക്യൂൾസിന്റെ ഒക്കെ എന്ത് കണ്ടുപിടിക്കാം? മോളാർ മാസ്, സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലെ? പിടികിട്ടിയോ? ഇനി നമുക്ക് മറ്റ് മെത്തേഡുകൾ വെച്ചിട്ട് ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മനസ്സിലായോ? മറ്റ് മെത്തേഡുകൾ ചെയ്യാതെ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡില് പ്രഷർ ഈസ് മെഷേർഡ് അറൌണ്ട് റൂം ടെമ്പറേച്ചർ ആൻഡ് ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. അപ്പൊ നമ്മള് ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ നമ്മൾ എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മൊളാരിറ്റി ആണ് മൊളാലിറ്റിക്ക് പകരം നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലെ? ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ. ഇനി their determination of molar mass of the solute using osmotic pressure technique is very useful for biomolecules as they are generally not stable at higher temperature and polymers have poor solubility. അപ്പൊ എന്താ പറയുന്നത്? നമ്മള് ഈ ഒരു മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ മോളാർ മാസിനെ കണ്ടുപിടിക്കാന്ന് വിചാരിക്കുക. സൊല്യൂട്ടിന്റെ മോളാർ മാസിനെ കണ്ടുപിടിക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബയോ മോളിക്യൂൾസ് ഒക്കെ ഇല്ലേ? ബയോ മോളിക്യൂൾസ് നമുക്കറിയാലേ, അതായത് അവര് ഹയർ ടെമ്പറേച്ചറിലൊക്കെ എന്തായിരിക്കും? ഇൻസ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പോളിമേഴ്സിനൊക്കെ പോർ സൊലിബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ബയോ മോളിക്യൂൾസിനും പോളിമേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വെച്ചിട്ടാണ് മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് നമുക്ക് അഡ്വാൻറ്റേജബിൾ ആയിരിക്കും. എന്ത് കണ്ടുപിടിക്കാൻ? മോളാർ മാസ്, സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. പിന്നെ the magnitude of osmotic pressure is very large even for dilute solutions compared to other colligative properties. This minimizes the change of error in result. Change അല്ല, the chance of error ട്ടോ. The chance of error in result. അതായത് നമുക്ക് ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ്, ആ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ, ആ ആൻസർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. വലിയ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ച് കിട്ടുന്ന ആൻസർ കുറച്ച് വലുതായിരിക്കും. സോ നമുക്ക് അവിടെ ചാൻസസ് ഓഫ് എറർ വരാനുള്ള, തെറ്റ് വരാനുള്ള ചാൻസസ് കുറയുക, മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഏത് മെത്തേഡ്? ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞത്, നമ്മൾ പ്രഷർ എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൊളാരിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മൊലാലിറ്റി. അതുപോലെ തന്നെ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഇത് കൂടുതലും ബയോമോളിക്യൂൾസിനും പോളിമേഴ്സിനൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഇവരൊക്കെ ഹയർ ടെമ്പറേച്ചറിൽ ഇൻസ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ സൊല്യൂബിലിറ്റി പുവർ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ്, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വെച്ചിട്ട് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ഓസ്മോട്ടിക് പ്രഷറിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് വെരി ലാർജ് ആയതുകൊണ്ട് തന്നെ എറർ വരാനുള്ള ചാൻസ് നമുക്ക് കുറച്ചെടുക്കാം. കിട്ടിയല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഏതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു എന്ത് മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ളതിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് കാൽക്കുലേറ്റിംഗ് മോളാർ മാസ് ബൈ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഓവർ അതർ മെത്തേഡ്സ്.
ശ്രദ്ധിക്കണേ, ഓവർ അതർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് കേട്ടോ, അതായിരിക്കണം നമ്മുടെ മൈൻഡിലെ. മറ്റുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ബോയിലിംഗ് പോയിന്റിന്റെ എലിവേഷൻ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതാണ് മെയിൻലി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? യെസ് യെസ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓസ്മോസിസ് പല രീതിയിലുണ്ട്. പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓസ്മോസിസില് ഐസോടോണിക് സൊല്യൂഷൻ, അതുപോലെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഇതിൽ വരുന്ന 3 ഭാഗങ്ങളാണ്, ഓസ്മോസിസിൽ വരുന്ന 3 ഭാഗങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? ഐസോടോണിക് കേട്ടിട്ടുണ്ടാവും മേ ബി നിങ്ങൾ. ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക്, ഹൈപ്പോടോണിക്. തെറ്റിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൊല്യൂട്ട് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ, അതായത് ഇൻസൈഡ് ഔട്ട്സൈഡ് ദ സെൽ, പുറത്തും അകത്തും ഉണ്ടാകുന്ന സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഐസോടോണിക് സൊല്യൂഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഐസോടോണിക് സൊല്യൂഷൻ ഈസ് വൺ that has the same concentration of solute. ഓക്കെ, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിലും അതേപോലെ തന്നെ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് അല്ലെ, പുറത്തും അകത്തും എങ്ങനെയായിരിക്കും? സെയിം ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പുറത്തും അകത്തും സെയിം ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ എ സൊല്യൂഷൻ ഹാവിങ് എങ്ങനെയായിരിക്കും? സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ രണ്ട് സൊല്യൂഷൻസിന് ഒരേപോലെയുള്ള ഓസ്മോട്ടിക് പ്രഷർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, രണ്ട് സൊല്യൂഷൻസിന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവര് നമുക്ക് ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറയാം. പിടികിട്ടിയല്ലോ? അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ ഏത് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.9% സൊല്യൂഷൻ ഓഫ് NaCl. ഓക്കെ, സോഡിയം ക്ലോറൈഡിന്റെ ഏകദേശം 0.9, അതായത് 0.9% NaCl സൊല്യൂഷൻ ഈസ് ഐസോടോണിക് വിത്ത് ഹ്യൂമൻ ബ്ലഡ് ആൻഡ് ഇറ്റ് ഈസ് സേഫ് ടു ഇൻജെക്ട് ഇൻട്രാവെനസ്ലി. അപ്പൊ എന്താണ് ഈ ഒരു NaClന്റെ 0.9% സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുന്നത്? നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐസോടോണിക് വിത്ത് ഹ്യൂമൻ ബ്ലഡ്. ഐസോടോണിക് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ബ്ലഡിനും ആ ഒരു NaClന്റെ ആ ഒരു 0.9 കോൺസെൻട്രേഷനും എങ്ങനെയായിരിക്കും? ഐസോടോണിക് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ അല്ലെ, പുറത്തും അകത്തും രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇത് എന്താണ് നമ്മള് ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഐസോടോണിക് സൊല്യൂഷൻ ഇല്ലേ, ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻട്രാവെനസ്ലി നമുക്ക് ഇൻജെക്ട് ചെയ്ത് കയറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? അതൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് കേട്ടോ. NaCl സൊല്യൂഷന്റെ 0.9%ഉം നമ്മുടെ ഹ്യൂമൻ ബ്ലഡും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഐസോടോണിക് സൊല്യൂഷൻ, ആ ഒരു കോൺസെൻട്രേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഹൈപ്പോടോണിക്, അല്ലെങ്കിൽ ഹൈപ്പർടോണിക്. ഹൈപ്പർ എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഹൈപ്പർടോണിക്. ഹൈപ്പർ എന്ന് പറയുമ്പോ എന്താ അല്ലെ? ഇറ്റ് ഈസ് ദ വൺ ദാറ്റ് ഹാസ് എ ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഔട്ട്സൈഡ് ദ സെൽ ദാൻ ഇൻസൈഡ്. അപ്പൊ എന്താ പറയുന്നത്? ക്ലിയർ ആയില്ലേ? അതായത് ഹൈപ്പർടോണിക് എന്ന് പറയുമ്പോൾ ഹയർ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ആയിരിക്കും അല്ലെ. ഹയർ കോൺസെൻട്രേഷൻ, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഹയർ ആയിരിക്കും. എവിടെ? ഔട്ട്സൈഡ് ദ സെൽ ദാൻ ഇൻസൈഡ്. അപ്പോ ഉള്ളിലുള്ളതിനെക്കാട്ടിലും പുറത്ത്, ഔട്ട്സൈഡ് ദ സെല്ലിന്റെ പുറത്തായിരിക്കും അവരുടെ കോൺസെൻട്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നത്? കൂടുതൽ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഹൈപ്പോടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോടോണിക് സൊല്യൂഷൻ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എവിടെ? ഇൻസൈഡ് ദ സെൽ ദാൻ ഔട്ട്സൈഡ് അല്ലെ. ഇൻസൈഡ് സെൽ എന്ന് പറയുമ്പോൾ ഉള്ളില്, ഇൻസൈഡ് ദ സെൽ അല്ലെ, സെല്ലിന്റെ ഉള്ളിൽ
ആ ഒരു ആ കുറച്ച് ഓക്കെ. ഇൻസൈഡ് ദ സെല്ലില് അല്ലെ, ഇൻസൈഡ് ദ സെല്ലില് ഹൈപ്പർടോണിക് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഹയർ ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ 3 തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 തരത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഐസോടോണിക് എന്ന് പറയുമ്പോൾ സെയിം ഐസോ, നമ്മള് ഐസോടോപ്പ് എന്നൊക്കെ പറയില്ലേ, ഐസോ എന്നുള്ള വാക്ക് സെയിം എന്നാണ്. ഐസോ എന്ന് പറയുമ്പോൾ പുറത്തും അകത്തും, അതൊരു കാര്യം ഓർത്ത് വെക്കുക. ഇൻസൈഡ് ഔട്ട്സൈഡ് സെയിം കോൺസെൻട്രേഷൻ. ഹൈപ്പർ, ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹയ്യർ എന്നൊക്കെ പറയാം, ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നൊക്കെ നമ്മൾ പറയില്ല. ഹൈപ്പർ എന്ന് പറയുമ്പോൾ എവിടെയാണ് കൂടുതൽ ഉണ്ടാവുന്നത് എന്ന് ശ്രദ്ധിക്കണേ. ഔട്ട്സൈഡ് ദ സെൽ ദാൻ ഇൻസൈഡ്. അപ്പൊ ഉള്ളിത്തെക്കാട്ടിലും പുറത്തല്ലേ. ഇപ്പൊ നമ്മൾ ചിലവരൊക്കെ പറയില്ലേ, പുറമേക്ക് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്, വീടിന്റെ അകത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ആളായിരിക്കും, പുറത്തേക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഔട്ട്സൈഡ് പുറത്തേക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതിന്റെ അർത്ഥം പുറത്ത് കോൺസെൻട്രേഷൻ, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഹൈപ്പോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വൺ ദാറ്റ് ഹാവ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻസൈഡ് ദ സെൽ ദാൻ ഔട്ട്സൈഡ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് അല്ലെ. ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ സെല്ലായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാവുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്. അപ്പൊ ചെറിയ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും കേട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിൾ വെച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ ഹൈപ്പർടോണിക്, അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും റിലേഷൻ വെച്ച് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ്. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ from the solution to the pure solvent by applying excess pressure on the solution side is called reverse osmosis. എന്താണ് പറയുന്നത്? സൊല്യൂഷന്റെ സൈഡിൽ നിന്നും സോൾവെന്റിന്റെ സൈഡിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ആര് പോവാണ്? പ്യുർ സോൾവെന്റ് ഫ്ലോ ചെയ്യാണ്. എപ്പോൾ? വെൻ എ പ്രഷർ ലാർജർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ. അതാണ് എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുക. അപ്പോ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റ് പാർട്ടിക്കിൾസിനെ എവിടെ നിന്ന് എവിടേക്ക് ചെയ്യുന്നു? സൊല്യൂഷന്റെ സൈഡിൽ നിന്നും സോൾവെന്റിന്റെ സൈഡിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ എക്സസ് പ്രഷർ, സൊല്യൂഷന്റെ സൈഡിൽ എക്സസ് പ്രഷർ കൊടുത്തത് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ഫിനോമിനൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എക്സസ് പ്രഷർ ആണ് കൊടുക്കുന്നത്. എവിടെയാണ് എക്സസ് പ്രഷർ കൊടുക്കുന്നത്? സൊല്യൂഷനിലാണ് എക്സസ് പ്രഷർ കൊടുക്കുന്നത്. എവിടെ നിന്ന് എവിടേക്കാണ് സോൾവെന്റിന്റെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സൊല്യൂഷന്റെ ഭാഗത്ത് നിന്നും സോൾവെന്റിന്റെ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. പിടികിട്ടിയോ? അങ്ങനെയല്ല, ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കേട്ടില്ലേ? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ സെയിം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു, ഇവിടെയും ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണ്. എവിടെ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണം. ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ എന്നുള്ളത്. ഓക്കെ അല്ലേ? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയുന്നത് മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ആണ്. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. എവിടെ നിന്ന് എവിടേക്കാണ്? സൊല്യൂഷന്റെ സൈഡിൽ നിന്നും അല്ലെ, സൊല്യൂഷന്റെ സൈഡിൽ നിന്നും പ്യുർ സോൾവെന്റിന്റെ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് ബൈ അപ്ലൈയിങ് എക്സസ് പ്രഷർ. എവിടെ? സൊല്യൂഷന്റെ സൈഡില്. ഓക്കെ അല്ലെ? ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് ചെയ്ത് വെക്കണേ. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് is the membrane treatment process primarily used to separate dissolved solute from water. അപ്പൊ വാട്ടറിൽ ലയിച്ചിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ വാട്ടറിൽ ലയിച്ചിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ള പ്രക്രിയ നമ്മൾ ചെയ്യുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് ഈസ് മോസ്റ്റ് കോമൺലി നോൺ ഫോർ ഇറ്റ്സ് യൂസ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ ഈ ഒരു നമ്മൾ കുടിവെള്ളം പ്യൂരിഫൈ ചെയ്യില്ലേ, ആ ഒരു ഇതിലാണ് റിവേഴ്സ് ഓസ്മോസിസിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത്.
പിന്നെന്താണ് particularly with regard to removing salt and other efficient materials from water molecules. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ. അപ്പൊ പ്യൂരിഫിക്കേഷൻ, ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫിക്കേഷൻ മാത്രമല്ല, നമ്മുടെ എന്താണ് എല്ലാത്തിനെയും, അതായത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർലി റിഗാർഡിംഗ് ദ റിമൂവിങ് ഓഫ് സോൾട്ട് അതുപോലെ ബാക്കിയുള്ള മറ്റ് എഫ്ലുവന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ വാട്ടർ മോളിക്യൂൾസിൽ നിന്നും റിമൂവ് ചെയ്യുന്ന ഒരു ഇതും കൂടി ഉണ്ട് നമ്മുടെ ഈ ഒരു റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻലി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിസോൾവ്ഡ് സൊല്യൂട്ടിനെ വാട്ടറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് ഓസ്മോസിസ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് അബ്നോർമൽ മോളാർ മാസും പിന്നെ അതുമായിട്ട് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസും അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന ഭാഗമാണ്. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ട് ലോസ്, അതായത് മീൻസ് ആദ്യത്തെ രണ്ട് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറും, അതാണ് ഉദ്ദേശിച്ചത്. ആ രണ്ട് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അബ്നോർമൽ മോളാർ മാസിലേക്കാണ് കടക്കുന്നത്. എന്താണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോളാർ മാസിൽ ഉണ്ടാവുന്ന അബ്നോർമാലിറ്റി ആണോ? മോളാർ മാസിൽ ഉണ്ടാവുന്ന അബ്നോർമാലിറ്റി, അതായത് എന്ത് നമുക്ക് പറയാം? യെസ്, when the molar masses are calculated and if they are higher or lower than the expected value are known as abnormal molar mass. അതായത് നമ്മൾ മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വാല്യൂ എക്സ്പെക്ട് ചെയ്യല്ലോ. ചിലപ്പോൾ മേ ബി ആ വാല്യൂവിനെക്കാട്ടിലും കൂടാം കുറയാം അല്ലെ? അതിനാണ് നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും മേ ബി കൂടാം അല്ലെങ്കിൽ കുറയാം അല്ലെ? അതിനെയാണ് നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ദീസ് ആർ കാൽക്കുലേറ്റഡ് യൂസിങ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. This is due to the association of dissociation of solute particles. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കാം? എന്തായിരിക്കും ഇതിന്റെ കാരണം? ഒന്നില്ലെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ ഡിസോസിയേഷൻ. അപ്പൊ അസോസിയേഷനോ ഡിസോസിയേഷനോ വഴിയാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു അബ്നോർമൽ മോളാർ മാസ് ഉണ്ടാവുന്നത്. അപ്പൊ മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ എക്സ്പെക്ടഡ് വാല്യൂവിനെക്കാട്ടിലും കൂടാം കുറയാം. ഓക്കെ, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഇസ് ഡ്യൂ ടു ദ അസോസിയേഷൻ, ഒന്നെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് അസോസിയേഷൻ ഒന്ന് നോക്കിയാലോ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ. അതായത് വെൻ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അണ്ടർഗോ അസോസിയേഷൻ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ദ സോൾവെന്റ് ഡിക്രീസസ്. Consequently, experimental values of colligative property are less than the expected value. Example, in benzene, acetic acid gets associated dimerizes because the number of particles and hydrogen bondings are reduced. എന്താണ് അസോസിയേഷൻ? അതായത് നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ അസോസിയേഷൻ നടക്കുന്ന സമയത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് അസോസിയേഷൻ നടക്കുന്ന സമയത്ത് ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ദ സൊല്യൂഷൻ ഡിക്രീസസ്. സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയുന്നു. അപ്പോ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് എന്ത് നടക്കുമ്പോൾ? അസോസിയേഷൻ നടക്കുന്ന സമയത്ത് ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയുന്നു. കോൺസിക്വന്റ്ലി എന്തുണ്ടാവുന്നു? എക്സ്പെരിമെന്റൽ വാല്യൂസ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ. ആ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനെക്കാട്ടും കുറവായിരിക്കും. അതിനാണ് നമ്മൾ അസോസിയേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നമ്മൾ അസോസിയേഷന് വിധേയമാകുന്ന സമയത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് എക്സ്പെക്ട് ചെയ്തൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, അതിനെക്കാട്ടിലായിരിക്കും അവിടെ അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബെൻസീന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അസിറ്റിക് ആസിഡ് ഗെറ്റ്സ് അസോസിയേറ്റഡ് dimerizes because the number of particles and hydrogen bonding are reduced. ഈ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്താണ്? അസോസിയേഷന് കോൺട്രറി ആയിട്ട്
Some solute particles will dissociate into more ions or particles when they are dissolved in the solution. നമ്മൾ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അയോൺസോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി this will increase the number of solute particles in the solution and thereby the colligative property of the solution. അപ്പൊ ഇത് എന്തിനു കാരണമാകുന്നു? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടാൻ കാരണമാകുന്നു. and thereby colligative property of the solution. അങ്ങനെ സൊല്യൂഷന്റെ colligative propertyക്ക് വ്യത്യാസം വരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അസോസിയേഷനും ഡിസോസിയേഷനും. ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ വിഘടിക്കുക. ഡിസോസിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ അയോൺസും പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുന്നു. അത് വെള്ളത്തിൽ ലയിക്കുന്നു. Thus we will increase the number of solute particles in the solution അല്ലേ? and the colligative property of the solution. അങ്ങനെ എന്തുണ്ടാവുന്നു? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ അല്ലേ? ഇതാണ് ഡിസോസിയേഷൻ. Now, the molar mass being inversely proportional to the colligative properties will reduce the molar mass in the solution. This will result in the lower of the molar mass than the expected value. Thus, the molar mass will be abnormal molar mass. എന്താ പറയുന്നത്? Now, കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ദ മോളാർ മാസ് ബീങ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതായത് മോളാർ മാസ് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നു? മോളാർ മാസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ മോളാർ മാസ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ അതെന്തൊരു കാരണമാകുന്നു? മോളാർ മാസ്, സൊല്യൂഷന്റെ മോളാർ മാസിൽ കുറവ് വരാനായിട്ട് കാരണമാകുന്നു. This will result in the lower number of molar mass than the expected value. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വാല്യൂവിനെക്കാട്ടിലും മോളാർ മാസ് കുറയാനുള്ള ചാൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അതിന്റെ ഫലമായിട്ട് മോളാർ മാസ് എന്ത് ചെയ്യുന്നു? അബ്നോർമൽ മോളാർ മാസ് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അസോസിയേഷനും ഡിസോസിയേഷനും നോക്കിയല്ലോ. ഇനി ഇവിടെ വരുന്ന മറ്റൊരു ഭാഗമാണ്, ലാസ്റ്റ് വരുന്ന ഭാഗമാണ് വാൻ ഹോഫ് ഫാക്ടർ. ലാസ്റ്റ് ഭാഗമാണ് വാൻ ഹോഫ് ഫാക്ടർ. വാൻഡ് എന്ന് പറയുമ്പോൾ ടി സൈലന്റ് ആണ്. വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടർ നമ്മൾ ഐ എന്നുള്ള ആ ഒരു ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്നു. അത് കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നോർമൽ മോളാർ മാസ് നമുക്ക് അറിയാലോ, നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടുന്ന മോളാർ മാസ്. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കും, നമുക്ക് അറിയാമല്ലോ ആ അബ്നോർമൽ മോളാർ മാസ്. അപ്പൊ നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റ് ചെയ്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അതിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ഏത് ഇക്വേഷൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം വാൻ ഹോഫ് ഫാക്ടർ ആയിട്ട്. ഓക്കെ അല്ലേ? ഇനി ഐയുടെ വാല്യൂ അസോസിയേഷനും ഡിസോസിയേഷനും എങ്ങനെയാണെന്ന് നോക്കി വെക്കണേ. അസോസിയേഷന് ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഡിസോസിയേഷന് ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനിയിപ്പോ അസോസിയേഷനും ഡിസോസിയേഷനും നടക്കണില്ലാന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? അപ്പൊ അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും ഐയുടെ വാല്യൂ. ഡിസോസിയേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വാൻ ഹോഫ് ഫാക്ടറിനെ നമുക്ക് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഇക്വേഷൻ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്താം. എങ്ങനെ വരുത്താം? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ഈക്വൽ ടു കൈ ബി എന്ന് പറഞ്ഞിട്ടല്ലേ പഠിച്ചിരിക്കുന്നത്. അതിന് പകരം എങ്ങനെ എഴുതാം? ഈക്വൽ ടു I ഇൻറ്റു കൈ ബി, വേർ I എന്ന് പറയുന്നത് എന്താണ്? വാൻ ഹോഫ് ഫാക്ടർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, ഓക്കെ ആണ് അല്ലേ? കണ്ടോ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ കൊടുക്കാം. അപ്പൊ എങ്ങനെ കൊടുക്കാം?
പി നോട്ട് എ ഈക്വൽ ടു പി എ ബൈ പി നോട്ട് എ. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഈക്വൽ ടു ഐ കൈ ബി. അതേപോലെ എന്ത് കൊടുക്കാം? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ കൊടുക്കാം അല്ലെ? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ എങ്ങനെ കൊടുക്കാം നമുക്ക്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ യെസ് എങ്ങനെ കൊടുക്കാം? ഡെൽറ്റ ടി ബി അല്ലെ? ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ ഇൻറ്റു ആ ഇക്വേഷൻ ഓർമ്മയില്ലേ? കെ ബി ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു എം ഡബ്ല്യു എ. അവിടുത്തെ ഇക്വേഷൻ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അതിലൊരു ഐ എക്സ്ട്രാ കൊടുത്തു എന്ന് മാത്രം. ഇനി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇതേപോലെ തന്നെ അല്ലെ? ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. അപ്പൊ ഐ വന്നു. അപ്പൊ നമുക്ക് ഐ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി തിരുത്തെന്ന് പറയാൻ പറ്റില്ല, നമുക്കൊന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വീണ്ടും എഴുതാം. ഓക്കെ, അപ്പൊ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് മറക്കരുത് കേട്ടോ. ഈ വാൻ ഹോഫ് ഫാക്ടറിന്റെ ഈ ഒരു ഭാഗം ഒരു മിനിറ്റ്. യെസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ അസോസിയേഷനും ഡിസോസിയേഷനും കാര്യം. യെസ്, ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ വാൻ ഹോഫ് ഫാക്ടറിന്റെ കാര്യം പറഞ്ഞു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് വാൻ ഹോഫ് ഫാക്ടറിനെ വെച്ചിട്ട് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻസിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയ കാര്യം പറഞ്ഞു. യെസ്, ഇത്രയുമാണ് ഓക്കെ അല്ലേ? യെസ്, ഇത്രയും ഭാഗമാണ് ഈ ഒരു സൊല്യൂഷൻസ് എന്നുള്ള ഭാഗത്തുള്ളത്. ഓക്കെ, യെസ്, അപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമ്മള് നമ്മുടെ CUET UG കെമിസ്ട്രിയുടെ സൊല്യൂഷൻസ് എന്നുള്ള ഭാഗം ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ ഭാഗം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് സൊല്യൂഷൻസ് എന്താ നമ്മൾ നോക്കി, ഓർമ്മയുണ്ടല്ലോ? സൊല്യൂഷൻസ് നമ്മൾ എന്താ നോക്കി? അതിൽ ബൈനറി സൊല്യൂഷൻ, അക്വ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. യെസ്, പിന്നെ മൊളാരിറ്റി ആ ഒരു ഭാഗം നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെ ഒക്കെ എഫക്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹെൻറീസ് ലോ, അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ, യെസ്, റൂൾസ് ലോ, അതിന്റെ ഗ്രാഫ്, പിന്നെ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് അല്ലെ? അതിൽ നമ്മൾ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു. പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻസ് നോക്കി. അസിയോട്രോപ്സ് നോക്കി. എഗെയിൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതിൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചു, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, അതിലാണ് റിവേഴ്സ് ഓസ്മോസിസ് പഠിച്ചു, മോളിക്കുലാർ മാസ് അല്ലെ? അത് മീൻസ് അബ്നോർമൽ മോളാർ മാസും, അതുപോലെ അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസും ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പഠിച്ചു, വാൻ ഹോഫ് ഫാക്ടർ പഠിച്ചു. ഓക്കെ അല്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? അബ്നോർമൽ മോളാർ മാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും തിയററ്റിക്കൽ വാല്യൂസ് കുറവായിരിക്കും അല്ലെ? അത് പിന്നെ അസോസിയേഷൻ പഠിച്ചു നമ്മൾ അല്ലെ? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ അസോസിയേഷനിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ കാര്യം പഠിച്ചു. ഡിസോസിയേഷൻ പഠിച്ചു, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ വാൻ ഹോഫ് ഫാക്ടറിന്റെ കാര്യം പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഭാഗം. അപ്പൊ സൊല്യൂഷൻസ് എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയി. ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക, പഠിച്ചു പോവുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? യെസ്, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ താങ്ക് യു.